നമ്മൾ CO വെച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാൾക്കാരാണ് ആൽഡിഹോണും ആൽഡിഹൈഡും കീറ്റോണും. അപ്പോൾ എന്താണ് ആൽഡിഹൈഡ്, എന്താണ് കീറ്റോൺ? ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO വരുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ ആൽഡിഹൈഡ് എന്ന് വിളിക്കുക. CO വരുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ കീറ്റോൺ എന്ന് വിളിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ CHOയ്ക്ക് ഞാൻ ഒറ്റ ബോണ്ട് ഇട്ടിട്ടുള്ളൂ. COയ്ക്ക് ഞാൻ 2 ബോണ്ട് ഇട്ടിട്ടുള്ളൂ. അതിനർത്ഥം എന്താ? CHOയ്ക്ക് ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബോണ്ടിലായിരിക്കും നമ്മുടെ കാർബൺ ചെയിൻ കണക്ട് ആവുന്നത്. സിയോട് ഇവിടെ 2 വരയുണ്ട്, 1, 2. അപ്പോൾ ഈ 2 സൈഡിൽ ഇവിടെ ഒരു കാർബൺ ചെയിൻ കണക്ട് ആവും, ഇവിടെയും ഒരു കാർബൺ ചെയിൻ കണക്ട് ആവും. അത് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഈ കാർബൺ ചെയിനെ സൂചിപ്പിക്കാൻ വേണ്ടി R എന്നാ പറയാറ് കേട്ടോ. R എന്നാ പറയാറ്. R എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഓഫ് കാർബൺ ചെയിൻ, ബാക്കിയുള്ള കാർബൺ ചെയിൻ എന്താണോ അത്. എന്താണ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത്? CH3, CH2 നമ്മൾ എഴുതൂലേ, അതാണ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു പൊതുവെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലെറ്റർ ആണ് R എന്ന് പറയുന്നത്. അപ്പോൾ ഇത് RCHO, ഇത് RCO R'. എന്താണ് ആറും R'? ഇവിടെയും ഒരേ കാർബൺ ചെയിൻ വരണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഇവിടെ ഒരു കാർബൺ ചെയിൻ, ഇവിടെ വേറൊരു കാർബൺ ചെയിൻ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് R', രണ്ടും വേറെ ആണെന്ന് കാണിക്കാൻ വേണ്ടി. ഇനി സെയിം വന്നാൽ കുഴപ്പമുണ്ടോ? സെയിം വന്നാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ വേറെ എപ്പോഴും സെയിം ആയിരിക്കും? ഇല്ല. അതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ R' കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO വരുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ആൽഡിഹൈഡ് എന്ന് വിളിക്കുക. CO വരുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ കീറ്റോൺ എന്ന് വിളിക്കുക. CO എന്ന് പറയുമ്പോൾ 2 സൈഡിലും ബോണ്ട് ഉണ്ട്, അതായത് 2 സൈഡിലോട്ടും കാർബൺ ചെയിൻ ഉണ്ട്. CO എപ്പോഴും നടുക്കായിരിക്കും വരിക. CHO എപ്പോഴും നമ്മൾ COOHനെ പോലെ അറ്റത്തായിരിക്കും വരിക. ഓക്കെ, സോ നമ്മൾ COOHനെ നേരത്തെ വിടർത്തി എഴുതിയില്ലായിരുന്നു, നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയില്ല. അതെങ്ങനെയായിരുന്നു? C+OH ഇങ്ങനല്ലേ എഴുതിയത്. ഇവിടുത്തെ ഈ O എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് CHO ആയി. നോക്ക്, CHO, CHO ഉണ്ടോ? അപ്പോൾ CHOനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും, C+OH. ഇനി COനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, C+O പിന്നെ ഡാഷ്. ഞാൻ ഒന്നും കൂടെ ഇനി ഇയാളെന്ന് പറയുന്നത് മോണോവാലന്റ്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ഗ്രൂപ്പുകളും മോണോവാലന്റ് ആണ്. വാട്ട് യു മീൻ ബൈ മോണോവാലന്റ്? മോണോവാലന്റ് മീൻസ് ഇവിടെ ഒറ്റ ബോണ്ട് മാത്രമേ വാലൻസി ആയിട്ടുള്ളൂ. ഈ ഒരു ബോണ്ടിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റൂ, വേറെ ആൾക്കാർക്ക് ഒന്ന് ബോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വാട്ട് യു മീൻ ബൈ ബൈവാലന്റ്? ബൈവാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ബോണ്ടുകൾ ഉണ്ട്. ഓക്കെ, 1, 2. അപ്പോൾ ഈ 2 സൈഡിലും ബോണ്ടുകളുണ്ട്. അത് 2 വാലൻസി ഉണ്ട്, അതുകൊണ്ടാണ് ഇതിനെ ബൈവാലന്റ് എന്ന് വിളിക്കുന്നത്. ഇതിന് അർത്ഥം 2 സൈഡിലും ഇതിന് കാർബൺ ചെയിനുകൾ എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ഒരു ഓവർവ്യൂ തരാം. നമ്മൾ പഠിച്ച കാർബൺ വരുന്ന ഗ്രൂപ്പുകൾ ഒന്ന് COOH പഠിച്ചു, പിന്നെ CHO പഠിച്ചു, പിന്നെ CO പഠിച്ചു. COOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ്, ഇത് ആൽഡിഹൈഡ്, ഇത് കീറ്റോൺ. ഓക്കെ, ഇനി ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരിക? C+OH എന്നാണ് വരിക. ഈ O എടുത്ത് കളഞ്ഞാൽ C+OH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CHO ആയി. ഇനി ഇവിടുത്തെ H കൂടെ എടുത്ത് കളഞ്ഞാൽ C+O ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതെന്തായി? CO ആയി. ഇതാണ് സംഭവം. മൂന്നും ഒരേ കുടുംബത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ C+OH എന്ന് പറഞ്ഞാൽ COOH, C+OH എന്ന് പറഞ്ഞാൽ CHO, C+O മാത്രം ഉണ്ടെങ്കിൽ അതിനെ കീറ്റോൺ എന്ന് വിളിക്കും. ഇത് ആൽഡിഹൈഡ്, ഇത് കാർബോക്സിലിക് ആസിഡ്, ഇത് ആൽഡിഹൈഡ്, ഇത് കീറ്റോൺ. നമുക്കിനി ആൽഡിഹൈഡിന്റെ പേര് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഓക്കെ, സോ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ആൽ ചേർത്താണ് വിളിക്കുക. ഓക്കെ, നമ്മൾ ആൽക്കഹോൾ വന്നപ്പോൾ ഓൾ ചേർത്തല്ലേ വിളിച്ചത്? എഥനോൾ, മെഥനോൾ, പ്രൊപ്പനോൾ. കാർബോക്സിലിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡ് വന്നപ്പോൾ നമ്മൾ ഓയിക് ആസിഡ് ചേർത്ത് വിളിച്ചല്ലേ? എഥനോയിക് ആസിഡ്, മെഥനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്. അതേമാതിരി ആൽഡിഹൈഡ് വരുമ്പോൾ നമ്മൾ ആൽ ചേർത്താണ് വിളിക്കുക. ആൽഡിഹൈഡ്, ഇവിടുത്തെ ആലാണ് അവിടുത്തെ ആല്. ഓക്കെ, ആൽ, എഥനാൾ, മെഥനാൾ, പ്രൊപ്പനാൾ, ബ്യൂട്ടനാൾ, പെന്റനാൾ, ഹെക്സനാൾ, അങ്ങനെ ആയിരിക്കും വിളിക്കുക. ഓക്കെ, വളരെ സിമ്പിൾ. നമ്മൾ കാർബോക്സിലിക് ആസിഡിന്റെ പേര് കൊടുത്ത മാതിരി തന്നെ, അതേപോലെ തന്നെ കാർബോക്സിലിക് ആസിഡിനെ പോലെ തന്നെ ഒരു ചെയിനിന്റെ ആദ്യമോ അവസാനമോ മാത്രമേ നമ്മുടെ ആൽഡിഹൈഡ് വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ നമുക്ക് എഴുതി നോക്കാം. CH3CHO. ഇതിന്റെ പേരെന്തായിരിക്കും? ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ IUPAC നെയിം എന്താണ്? വളരെ സിമ്പിൾ ആണ്. മെത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാർബൺ മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന കാർബൺ ആണ് മെത്ത്, എത്ത്. സോ ഈതാൻ, നമ്മൾ അവിടെ ഓയിക് ആസിഡ് ചേർത്ത്, ഇവിടെ ആൽഡിഹൈഡിനെ കൊണ്ട് എത്തനാൾ, ആളങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. സോ വാട്ട് ഈസ് ദിസ്? CH3CH2 CH3. ഇതിന്റെ പേരെന്താ? മെത്ത്, എത്ത്, പ്രൊപ്പ്, പ്രൊപ്പാൻ, നാൾ, പ്രൊപ്പനാൾ.
അതെ, ബ്യൂട്ടനാൾ എങ്ങനെ എഴുതാം? ബ്യൂട്ടനാൾ, ബ്യൂട്ടനാൾ എങ്ങനെ എഴുതാം? 4 കാർബൺ, 1 2 3 4 അല്ലെ. അതിൽ അവസാനത്തെ കാർബൺ എന്തായി കൊടുക്കുക? ആളല്ലേ, ആളല്ലേ, CHO ആയി കൊടുക്കുക, CHO. ബാക്കി എല്ലാത്തിനും ഹൈഡ്രജൻ കൊടുക്കുക, CH3 CH2 CH2 CH. ഓക്കെ, ഇനി നോക്ക്, ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരുവാണ്. ഇതിന്റെ പേരെന്താ? CH3 CH2 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 CHO. ഇതിന്റെ പേരെന്ത് വരും? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ്, പെൻഡനാൾ. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, എത്തനാൾ എന്താ? എത്തനാൾ നമ്മൾ നേരത്തെ എഴുതി, എന്നാലും എത്തനാൾ എന്താ? 2 കാർബൺ അല്ലേ, C അതിലൊരാൾക്ക് CHO, CH3 CHO. അപ്പൊ എന്താ മെഥനാള്? അപ്പൊ മെഥനാള് നമ്മൾ എങ്ങനെ എഴുതും? മെഥനാൾ എങ്ങനെ എഴുതും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു കാർബൺ മാത്രമേ പാടുള്ളൂ. അതിനകത്താണെങ്കിൽ CHO ഇട്ടും പോയി. ഇനി നമ്മൾ ബാക്കി എന്താ ഉള്ളത്? ബാക്കി ഇവിടെ ഒരു ബോണ്ടാ ഉള്ളത്. ആ ബോണ്ടിനകത്ത് എന്തിട്ട് കൊടുത്താൽ മതി? H ഇട്ട് കൊടുത്താൽ മതി. HCHOനെ വിളിക്കുന്ന പേരാണ് മെഥനാൾ. മെഥനാൾഡിഹൈഡ് എന്നോ മെഥനാളെന്നോ നമ്മൾ പറയും. ഓക്കെ, HCHOനെ വിളിക്കുന്ന പേരാണ് മെഥനാൾ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ മെഥനോയിക് ആസിഡ് എന്താ? മെഥനോയിക് ആസിഡ് എന്താ? മെഥനോയിക് ആസിഡ് HCOOH ആണ് മെഥനോയിക് ആസിഡ്. ഓക്കെ, സോ ഇതാണ് ആൽഡിഹൈഡിനെ പറ്റി പറയാനുള്ളത്.